ഹായ്, എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാനിപ്പോൾ വാട്ടർ അതോറിറ്റി സെക്കൻഡ് ഗ്രേഡിൽ എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. ഞാൻ ഹോളിമത അക്കാദമിയിൽ 2019 ബാച്ചിലാണ് 2019 ഞാൻ ജോയിൻ ചെയ്തത്. അതെൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിഞ്ഞത്. ഇങ്ങനെ ഷിൻഡു സാറിന് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ചാലക്കുടിയിൽ. അപ്പം എൻ്റെ ആ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു രാവിലെ 10 മണി തുടങ്ങിയിട്ട് ഉച്ച വരെയാണ് ക്ലാസ്. ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ കമ്പൈൻ സ്റ്റഡിക്കുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീമൊക്കെ ആയിട്ടിരുന്ന് ആരുടെങ്കിലും കൂടെയൊക്കെ ഇരുന്ന് പഠിക്കാം, അങ്ങനെ സാറ് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ നേരം പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ എല്ലാവർക്കും ഒരു മടിയാണല്ലോ. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ എന്തായാലും നമ്മൾ ആ ഗ്രൂപ്പിലിരുന്ന് എന്തായാലും പഠിക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എക്സാംസ് കുറവായിരുന്നു, എക്സാംസ് അധികം ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ അപ്പോൾ സാർ എന്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സാം നോക്കിയിട്ടല്ല, ഇത് എക്സാം വരുന്നത് വെച്ച് നോക്കി നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്യില്ല, സബ്ജക്ട്സ് മുഴുവനും കവർ ചെയ്യില്ല. നമുക്ക് ഒരു പ്രാവശ്യമല്ല കുറേ പ്രാവശ്യം റിവിഷൻ ചെയ്താലാണ് നമുക്ക് ഇത് നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്യുള്ളൂ എന്നെപ്പോഴും സാർ പറയാം. അത് എല്ലാവരുടെയും ഒരു ലെവല് ഐക്യ ലെവൽ ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ തന്നെ ജോയിൻ ചെയ്താലേ നമുക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാവുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പിന്നെ സബ്ജക്ട്സ് കവർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെയല്ല. നമുക്ക് അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഓരോ സബ്ജക്റ്റും നമുക്ക് വിശദമായിട്ട് നോട്ടൊക്കെ തന്ന് അങ്ങനെയായിരുന്നു അവിടെ പഠിപ്പിക്കുക. അപ്പം ഒരു 3 മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ലായിരുന്നു ഷിൻഡു സാറിൻ്റെ അവിടെ. അപ്പോൾ ഞങ്ങൾ ഒരു കുറച്ച് നാൾ പോയി കഴിഞ്ഞപ്പോൾ സമയത്ത് കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റെഗുലർ ക്ലാസ് മാറ്റി പിന്നെ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ ഇതുപോലെ തന്നെ രാവിലെ 10 മണി തുടങ്ങിയിട്ട് ഉച്ച വരെ ക്ലാസ്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു 10 പേരുടെ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കമ്പൈൻ സ്റ്റഡി ആയിട്ട് ചെയ്യും. ഒരു 6 മണി വരെയൊക്കെ കമ്പൈൻ സ്റ്റഡി ചെയ്യും. കാരണം ആ സമയത്ത് പിന്നെ നമുക്ക് വേറെ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ട് പഠിക്കും ഓരോ സബ്ജക്റ്റ്. ഒന്നില്ലെങ്കിൽ അന്നെടുത്ത സബ്ജക്റ്റ് പഠിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൈം ടേബിൾ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കും. അതുപോലെ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ് മടുക്കുക എന്ന് പറയുമ്പോഴേക്കും മറ്റുള്ളവരുണ്ടല്ലോ, നമ്മുടെ കൂടെ ഒരു 10 പേരുണ്ടെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ അത്രയും പേർക്ക് അവരിരുന്ന് പഠിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ മാത്രമായിട്ട് എങ്ങനെയാണ് പഠിക്കാണ്ടിരിക്കണേ, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് എണീറ്റ് പോകണേ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ എന്തായാലും പഠിക്കാൻ നമ്മൾ നിർബന്ധിതരാകും കമ്പൈൻ സ്റ്റഡി. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ പഠിച്ചത്. പിന്നെ ഒരാൾക്ക് അറിയണതായിരിക്കില്ല മറ്റാൾക്ക് അറിയണത്. അപ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരാൾക്ക് അറിയണ്ടാവില്ല, അപ്പോൾ വേറൊരാൾക്ക് അതിൽ അറിയണ്ടാവും. അപ്പോൾ അയാളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും അത് കിട്ടും. അപ്പോൾ സാർ എപ്പോഴും ഇങ്ങനെ പറയും, നമുക്ക് അറിയണ ഒരു അറിവ് നമ്മൾ മറ്റുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളത് കൂടുതൽ പഠിക്കാറ്, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ അത് കൂടുതൽ സ്റ്റോർ ആവുക, ഓർമ്മയിൽ നിൽക്കണത് അങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ആളേക്കാൾ കൂടുതൽ അത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാണ് ഗുണം എന്നാണ് സാർ എപ്പോഴും പറയാം. അപ്പോൾ അങ്ങനെയാണ് സാർ പിള്ളേരെ എല്ലാവരെയും പഠിപ്പിക്കുക. നമ്മൾ പഠിക്കണമെന്നല്ല, നമ്മൾ മറ്റുള്ളവരെയും കൂടിയും പഠിപ്പിക്കുക, നമ്മൾ കൂടുള്ളവരെയും കൂടിയും പഠിപ്പിക്കണം. അങ്ങനെ എപ്പോഴും സാറ് പറയാം. ആ ഒരു ഇത് തന്നെയാണ് ഹോളിമതയിലുള്ള ആരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഹോളിമതയിൽ ഉള്ള ഒരു സംഭവം അങ്ങനെയാണ്. നമ്മൾ ഉച്ചയ്ക്ക് കമ്പൈൻ സ്റ്റഡി. അപ്പോൾ അങ്ങനെ നമുക്ക് ആരുടെ അടുത്ത് എന്ത് വേണേലും ചോദിക്കാം. ആരായാലും അങ്ങനെ പറഞ്ഞുതരാൻ മടിയുള്ള ആൾക്കാരൊന്നുമല്ല, എല്ലാവരും നമുക്ക് പറഞ്ഞു തരും. അതിപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അതെ, ഞങ്ങൾക്ക് 5 മിസ് എന്ന് പറഞ്ഞിട്ട് മിസ് ഉണ്ടായിരുന്നു. മിസ് തന്നെയാണ് ഞങ്ങൾക്ക് 2-3 സബ്ജക്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ക്ലാസ്സുകളായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് എക്സാംസ് കുറവായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ 3rd ഗ്രേഡ് 2nd ഗ്രേഡ്, അതുപോലെ ട്രേസർ, പിന്നെ LSTD 3rd ഗ്രേഡ്, LSTD 2nd ഗ്രേഡ്, 1st ഗ്രേഡ്, അങ്ങനെ PWD ഇറിഗേഷൻ, അങ്ങനെ ഒരുപാട് എക്സാംസ് പിന്നെ ഒരുമിച്ച് വിളിച്ചു. അപ്പോൾ പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടി പഠിക്കാനായിട്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ മെക്കാനിക്കലിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു മെക്കാനിക്കലിൻ്റെ ക്ലാസ്സുകളൊക്കെ ഭയങ്കര ടഫായിരിക്കും, പഠിക്കാൻ നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതും നല്ല രീതിക്ക് തന്നെയായിരുന്നു അവിടെ നമുക്ക് ക്ലാസ്സുകളെല്ലാം എടുത്തു തന്നത്, നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിൽ. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതൊക്കെ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ അപ്പോൾ സാർ എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ വന്നിട്ട് ഹോളിമതയിൽ വന്നിട്ട് ഒരാളും ജോലിയില്ലാണ്ട് പോണത് സാറിന് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് നാൾ പഠിച്ചു വന്നിട്ട് കുറച്ച് എക്സാംസ് എഴുതി, അപ്പോൾ അതിലൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പിന്നിലായി എന്ന് വിചാരിച്ച് പഠിപ്പ് നിർത്തി, എൻ്റെ സമയമൊക്കെ പോയി. അങ്ങനെ വിചാരിച്ച് ആരും പോകരുത്, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഒരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ കിട്ടുന്നതല്ല PSC. അപ്പോൾ അതൊരു നമുക്ക് കിട്ടുന്ന വരെ പഠിക്കണം എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നാൾ പഠിച്ചു, അതായത് ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു, +2 പഠിച്ചു, ഡിഗ്രി പഠിച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ MTech പഠിച്ചു, ഇതൊക്കെ പഠിച്ചു. ഇത്രയും നാളൊക്കെ പഠിച്ചതിനൊരു കാര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ഈ സമയമില്ലേ, ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാം.
അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ അത്രയും നാൾ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞങ്ങളുടെ 10 പേരുടെ ടീമിൽ ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ പ്ലേസ്ഡ് കിട്ടി, PSCയിൽ കിട്ടി. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കും, ഇപ്പോൾ ഇത്ര നാൾ പോയിട്ട് ജോലിയൊന്നും ആയില്ലേ? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡൗൺ ആവും. അപ്പോൾ ആ സമയത്ത് സാറ് പറയും, നിങ്ങൾ പഠിക്കാൻ പോകുമെന്ന് പറയണ്ട, പഠിപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞോ. അപ്പോൾ അവരറിയാൻ പോണില്ലല്ലോ. അപ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടി സാറ് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അതുപോലെ കല്യാണം കഴിഞ്ഞ് പോയ ആൾക്കാരാണെങ്കിൽ അവരുടെ വീട്ടിൽ പഠിക്കാനൊക്കെ ഇരുന്ന് പഠിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു ഗുണം. അപ്പോൾ അവർ സാറ് പറയും, ഇവിടെ വന്നിരുന്ന് പഠിച്ചു, ഇവിടെ ഉച്ചയ്ക്ക് ശേഷം കമ്പൈൻ സ്റ്റഡി ഉണ്ട്, അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നിരുന്ന് പഠിക്കാം, അപ്പോൾ ക്ലാസ് തന്നെയാണെന്നുള്ള ഇതിൽ പഠിക്കാമല്ലോ ഇരുന്നിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അങ്ങനത്തെ ഗുണങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഒരു 2 വർഷത്തോളം പഠിച്ചിട്ടുണ്ട് PSC. 2 വർഷം പഠിച്ചിട്ടാണ്. ആദ്യ സമയത്ത് എക്സാംസ് ഉണ്ടായിരുന്നില്ല, പിന്നെ 2ാമത്തെ വർഷത്തിലാണ് എക്സാംസ് വന്നത്. അപ്പോൾ അങ്ങനെ അത്ര നാൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ സാറ് പറയണ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വിചാരിച്ചാൽ കിട്ടുന്നൊരു സംഭവമല്ല. നമ്മൾ നന്നായി പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് 1-2 എക്സാംസ് അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് എക്സാംസുകളിൽ നമുക്ക് പെർഫോമൻസ് അധികം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തളരാണ്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് നമ്മുടെ ഹാർഡ് വർക്കിന് കിട്ടും. അപ്പോൾ എല്ലാ എക്സാംസും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരും പഠിച്ച കാര്യങ്ങൾ തന്നെ അതിൽ വന്നോളണമെന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും പറ്റിയ, അതായത് അവർക്ക് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും വരുമെന്ന് സാർ എപ്പോഴും പറയും.